ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ, ഈ ദൈവവചന ഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും എന്നോട് ചോദിക്കുക, ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ വായിക്കുന്നതും ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഓർക്കുന്നതുമായ വചനഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയും, അത് റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ, അല്ലെങ്കിൽ ആ റോമാലേഖനം 6-ാം അധ്യായം ഒരു ദിവസം പല പ്രാവശ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ഓർക്കുകയും എൻ്റെ മനസ്സിൽ ആ വാക്യങ്ങൾ ഞാൻ ഉരുവിടുകയും പല സാഹചര്യങ്ങളിലും ഞാൻ എന്നെ തന്നെ റിമൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവവചന ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പങ്കുവെക്കുന്ന പല കാര്യങ്ങളും, ഞാനൊരു ഫോമലായിട്ടൊരു ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. വെൽഡിങ്, കട്ടിങ്, അതുപോലെ ഫിറ്റിങ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഈ പല പ്രതിസന്ധികൾ വരികയും പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൽ പല പല വിഷമസന്ധികൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനും അത് ദൈവസന്നിധിയിൽ പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള ദൈവസന്നിധിയിലുള്ള അതിനുള്ള സൊല്യൂഷൻ അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ളപ്പോഴാണ് ഞാൻ ഈ പ്രസംഗിക്കുന്ന പല വചനഭാഗങ്ങളും എന്നോട് ഇടപെട്ടിട്ടുള്ളത്. ഒരു തിയോളജിക്കലായിട്ടത് ചിന്തിക്കുകയാണെങ്കിൽ അത്രയ്ക്കുള്ളൊരു പഠിത്തമോ അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എനിക്കില്ല. പ്രായോഗിക ജീവിതത്തിൽ ജീവിച്ചിട്ടുള്ള അനുഭവം, അതുപോലെ അത് മറ്റു പലരോടും പങ്കിട്ടപ്പോൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പം തന്നെ കോളേജുകളിലും കലാലയങ്ങളിലൊക്കെ കടന്നു പോകാനും അവരൊക്കെ ആ സമയത്ത് തന്നെ ഈ വചനം പഠിപ്പിക്കാനും ആക്റ്റീവായിട്ട് ഇരുന്നിട്ടുള്ള ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ വർഷങ്ങൾ യുവാക്കന്മാരുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്ത അനുഭവങ്ങളുമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ വചനഭാഗങ്ങളൊക്കെ എന്തുമാത്രം ആഴമേറിയതാണെന്ന് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 1983 ഞാൻ രക്ഷയിലേക്ക് കടന്നു വന്നു. ജനുവരി മാസം 1983 ഡിസംബർ മാസം ഞാൻ ദൈവസന്നിധിയിൽ സ്നാനപ്പെടുവാനായിട്ട് വചനപ്രകാരം സ്നാനപ്പെടാനായിട്ട് കർത്താവ് എനിക്ക് ഇടയാക്കി. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും അധികം ധ്യാനിക്കുന്ന ഒരു വചനഭാഗമായിരുന്നു. എന്നാൽ ഒരു യാഥാർത്ഥ്യം ഈ വചനത്തിൽ കാണുന്നത് പോലെ തന്നെ എത്ര താല്പര്യത്തോടെ ദൈവസന്നിധിയോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലെ രഹസ്യ ജീവിതത്തിലെയും പരസ്യ ജീവിതത്തിലും ഒക്കെയുള്ള പരാജയങ്ങൾ പലപ്പോഴും എന്നെ വിഷമിപ്പിക്കുകയും കർത്താവ് ഈ പരാജയങ്ങളിൽ നിന്ന് ഒരു മോചനമില്ലേ എന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ അടുക്കാനും, മാത്രമല്ല വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ചില പ്രവർത്തികൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് വിശുദ്ധി. മറിച്ച് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ചിന്തകളിൽ പോലും വിശുദ്ധരായിരിക്കണം എന്നാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ചിന്തയിലും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നും അത് ഒരു അപ്രാപ്യമായ ഒരു കാര്യമായിട്ട് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സൈക്കിള് തള്ളിക്കൊണ്ട് പോകാനായിട്ട് പ്രയാസമില്ല. എന്നാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ലോറിയിലോ വലിയൊരു ബസ്സിലോ കയറിയിരുന്ന് യാത്ര ചെയ്യുക, നമ്മൾ ഓടിച്ചുകൊണ്ട് പോവുക, പെട്ടെന്ന് അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ ആണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് എൻ്റെ ശക്തി കൊണ്ട് തള്ളി മാറ്റാൻ പറ്റിയ ഒരു സംഭവമല്ല എന്നും മനസ്സിലാവുന്നത്. അതേ ഒരു പ്രതിസന്ധിയാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ദൈവകൃപ അറിയാനും അനുഭവിക്കാനുമായിട്ട് അതുകൊണ്ട് കൂടുതൽ ദൈവസന്നിധി താഴ്മ ധരിക്കാനും ദൈവസന്നിധി താഴേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ബി എസ് സി ഫസ്റ്റ് ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളോട് കൂടെ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴടുത്തൊരു പറങ്കിമാവിൻ്റെ തോട്ടമുണ്ട്. പറങ്കിമാവിൻ തോട്ടത്തിൽ രാവിലെ 5 മണിക്ക് പോയിരുന്ന് മുട്ടുമേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ 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 എന്ന് സ്നാനപ്പെട്ട സമയത്തും തുടർന്നുള്ള സമയങ്ങളിലും ഒക്കെ. ആ സമയത്ത് പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പുസ്തകം ലഭിക്കുന്നത്, അത് പണ്ട് OM ഒക്കെ ഡയറക്ടറായിട്ടിരുന്ന ആലുവയിലുള്ള തോമസ് ടി മത്തായിച്ചൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു, ക്രിസ്തുവിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്ന ചെറിയൊരു പുസ്തകം. ആ ഒരു പുസ്തകം എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചപ്പോഴാണ് ഈ കർത്താവിനോട് കൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ഇതിൻ്റെയൊക്കെ പ്രായോഗിക ജീവിതത്തിലുള്ള സിഗ്നിഫിക്കൻസ് എന്തുമാത്രമാണെന്നും അത് ആ ഒരു ലൈനിൽ കൂടെ കൂടുതൽ ചിന്തിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ വാച്ച്മാൻ എഴുതിയിട്ടുള്ള നോർമൽ ക്രിസ്ത്യൻ ലൈഫ്,
അതുപോലെ A.W. ടോസർ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ തുടർന്ന് വായിക്കാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ദൈവവചനമായിരുന്നു എൻ്റെ എപ്പോഴും പാഠപുസ്തകമെന്നും കൂടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞ പുസ്തകമോ അവരുടെ അഭിപ്രായമോ അല്ല, അതൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ദൈവവചനത്തിലേക്ക് തിരിയാനായിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തീർത്തു. നമുക്കറിയാമല്ലോ, വളരെ വിവാദമാക്കി വെച്ചേക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പറയുന്നത്. കാരണം രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് സാധാരണ ക്രിസ്ത്യാനികളെല്ലാം ഒരു കാലത്ത് ഒരുപക്ഷെ പല സഭകളും പ്രസംഗിക്കാതിരുന്ന സത്യമായിരുന്നെങ്കിൽ പോലും ഇന്ന് പലരും ആ രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രസംഗിക്കുന്ന സഭാ സഭാ പ്രസംഗ പീഠങ്ങളാണ് നമുക്ക് പൊതുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. കൃപയാലാണ് രക്ഷ, പ്രവൃത്തിയാലല്ല. അതുപോലെ കൃപയാലുള്ള ആ രക്ഷ ഏത് ഘോര പാപിക്കും ഏത് നിമിഷവും വിശ്വാസത്താൽ പ്രാപിക്കാനായിട്ട് കഴിയും എന്ന് ഉള്ള യാഥാർത്ഥ്യം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഈ സ്നാനം എന്ന് പറയുന്ന വിഷയത്തിൽ ചിലരൊക്കെ രഹസ്യമായിട്ടൊക്കെ സ്നാനപ്പെട്ടൊക്കെ പോകുന്ന പലരും ഉണ്ടെങ്കിലും അതൊരു ആവശ്യമുള്ള കാര്യമാണോ? ഇത് വെറും ഒരു സാക്രമെന്റ് അല്ലേ? അത് ചെറുപ്പത്തിൽ തന്നെ എടുത്തതല്ലേ? അതിനേക്കാൾ കൂടുതൽ ഒരു സിഗ്നിഫിക്കൻസ് ഇതിന് എന്താ ഉള്ളത് എന്നൊക്കെ ചിന്തിക്കുകയും, രക്ഷയെന്ന് പറയുന്നത് ഒരു വിശ്വാസത്താലാണ് എന്ന് അംഗീകരിക്കുകയും, തുടർന്ന് ബാക്കിയുള്ളതൊക്കെ പെന്തിക്കോസ്തുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ പറയുന്ന ചില പ്രവർത്തികളാണ്, ഈ പ്രവർത്തികൾ കൊണ്ടൊന്നും രക്ഷയില്ല എന്ന് വെളിപ്പെടാത്തത് കൊണ്ട് അവർ ഇന്നും ഇത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒത്തിരി ദൈവവചന പണ്ഡിതന്മാരെ കാണാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ രക്ഷ എന്ന് പറയുന്നത് കേവലം കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുകയും അത് ഒരു മീറ്റിങ്ങിലോ എവിടെയെങ്കിലും വെച്ചത് അംഗീകരിക്കുകയും അത് ഹൃദയത്തിൽ അപ്രകാരം യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുകയും അങ്ങനെ എനിക്ക് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പിലേക്ക് വരുന്നത് മാത്രമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും വളരെ എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, ഈ കലക്കവെള്ളത്തിൽ മുങ്ങിയാലേ രക്ഷിക്കപ്പെടുകയുള്ളോ ബ്രദറെ എന്ന് എന്നോട് ഒത്തിരി പേര് എൻ്റെ ജീവിതത്തിൽ ചോദിക്കാനിടയായിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് വേദനയാണ് ഉണ്ടായിട്ടുള്ളത്. കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ഈ ആത്മരക്ഷ അല്ലെങ്കിൽ ആത്മാവിൽ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നു, അതോടുകൂടെ രക്ഷ തീർന്നു, ഇനി ബാക്കിയുള്ളതൊക്കെ അവനവൻ്റെ കഴിവും സാമർഥ്യവും പോലൊക്കെ ചെയ്തങ്ങ് പോകാം എന്നുള്ളതാണ് അവരുടെയൊക്കെ വിചാരം. എന്നാൽ നമുക്കറിയാമല്ലോ, ഇത് ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നതും ദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതവുമായിട്ടൊരു കാര്യമാണെന്നുള്ളത് 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ തന്നെ നമ്മൾ വായിക്കാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നൊരു അറിവിലേക്ക് ഞാൻ കടന്നു വന്നു. അതുപോലെ തന്നെ അതേ കൃപയാൽ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം നടക്കുന്നത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ആ കൃപയിൽ നിന്ന് മാറി നിന്നോ കൃപയിൽ നിന്ന് എപ്പാട്ടായിട്ട് നമ്മൾ ഒരിക്കലും ഒരു വിശുദ്ധിയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ ഈ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ മത്താന പാസ് ഓൾറെഡി അത് പറഞ്ഞു, നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തു. കാരണം കൃപയാലുള്ള രക്ഷ മുഖാന്തരം നമുക്ക് സ്വായത്തമായ കാര്യം എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്? റിസൾട്ടിനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ പഴയ നിയമകാലത്ത് തൽക്കാലത്തേക്കൊക്കെ ഒരു സമാധാന, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു അനുഭവത്തിലേക്ക് വരാൻ സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കാൻ കഴിയാതെ വണ്ണം അങ്ങനെ തൽക്കാലത്തേക്കൊരു സമാധാനത്തിലേക്ക് വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നെയും പാപം പ്രവേശിക്കുക അല്ലെങ്കിൽ പാപപ്രവൃത്തികൾ ഉണ്ടാകുകയും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവൻ അകന്നു പോവുകയും ഒരു പാപി എന്നുള്ള ബോധത്തിൽ തുടർന്നും മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആരാധനക്കാരന് മനസാക്ഷിയിൽ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും എന്ന് നമ്മൾ പഴയ നിയമത്തിലെ യാഗങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണത്തിന്റെ വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ ചെയ്യുന്ന ജീവിതത്തിലെ നമ്മുടെ എത്ര വലിയ പാപിയാ, എത്ര വലിയ പാപം ചെയ്തു, ഇതൊന്നും ദൈവം നോക്കാതെ വിശ്വാസത്തോടെ ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ഏവനും അവൻ പ്രായശ്ചിത്തമാകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാ പറയുന്നത്. ഒറ്റ വാക്കിൽ അത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ഇനിയും പാപത്തിന് തടസ്സം വരുത്താൻ കഴിയാതെ വണ്ണമുള്ള ഒരു ക്ഷമയിലേക്ക്, ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കൃപയാലുള്ള രക്ഷ മുഖാന്തരം, കൃപയാലുള്ള നീതീകരണം മുഖാന്തരം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു.
അത് നമ്മൾ 5-ാം അധ്യായം 1-ാം വാക്യം, വി ഹാവ് ആക്സസ് ടു ഗോഡ് ബൈ ഫെയ്ത്ത് ഇൻ ടു ദിസ് ഗ്രേസ്. ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അത് എൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. ഈ ഈ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആക്സസ് ഞാൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് മാറിപ്പോകുന്നതല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ആ തൻ്റെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു കാര്യമായതുകൊണ്ട് അതിലെനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിലെ ഔട്ട്കം, ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും എനിക്ക് വിശ്വാസത്താൽ ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ കർത്താവ് കൃപയാൽ എന്നെ നീതീകരിച്ചു എന്ന് പറയാനായിട്ട് മനസാക്ഷി കുത്തില്ലാതെ ഒരു വ്യക്തിക്ക് പറയാനായിട്ട് കഴിയും. ഒരു വ്യക്തിക്ക് പറയാം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കാനും കണ്ടിന്യൂസ് ആയിട്ട് ദൈവകൃപ അനുഭവിക്കാനുമുള്ള ഒരു നിലവാരത്തിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, യിരെമ്യാ പ്രവചനം 31-ാം അധ്യായമൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ കാണാം, ഇവിടെ ഈ റോമാലേഖനം 5-ാം അധ്യായം അവസാനം പറഞ്ഞേക്കുന്ന അത് വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം പാപം മരണത്താൽ വാണതുപോലെ കൃപയും നിത്യജീവനായി യേശുക്രിസ്തു മുഖാന്തരം വാഴേണ്ടത് തന്നെ. എന്നാൽ ലംഘനം പെരുകിയെടുത്ത് ന്യായപ്രമാണവും വന്നു ചേർന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പം ഓരോരോ ജീവിതത്തിലുള്ള നമ്മുടെ ഇടർച്ചകളെ കൊണ്ടുവന്ന് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു അനുഭവമാണ് ന്യായപ്രമാണം മുഖാന്തരം ഉണ്ടായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുറവുകൾ കൂടുതൽ വെളിപ്പെടുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ തുടർമാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിനെയൊക്കെ കവിയുന്ന ഒരു രക്ഷ നമുക്ക് വേണ്ടി ദൈവം, നീ എന്ത് ചെയ്താലും നിന്നെ ഞാൻ സ്നേഹിക്കാനും നിന്നെ ഞാൻ രൂപാന്തരപ്പെടുത്താനും നിന്നെ എൻ്റെ മകനാക്കാനും ഞാൻ തീരുമാനിച്ചേക്കുക എന്നുള്ളതാ ദൈവം നമ്മളോട് പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ കാര്യം. 2, നമ്മളവിടെ വായിക്കുക. അതുകൊണ്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അൺകണ്ടീഷണൽ ആണെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ദൈവം എന്നെ സ്നേഹിക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും യോഗ്യത വേണോ? ഈ കൃപയിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് എനിക്ക് എന്തെങ്കിലും യോഗ്യതകൾ വേണോ? കർത്താവ് എനിക്ക് ഈ രക്ഷ വേണം എന്നുള്ള ഒരു യോഗ്യതയല്ലാതെ വേറെ ഏതു യോഗ്യതയും ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്നവന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവെ, എനിക്ക് ഈ പാപത്തിന്റെ ഭീകരമായ ബന്ധനത്തിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം എന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നതാണ് അതിനുള്ള ഏക യോഗ്യതയായിട്ട് നമ്മൾ കാണുന്നത്. അല്ലാതെ അവന്റെ നിലവാരത്തെ പറ്റിയൊന്നും അവിടെ പറഞ്ഞില്ല. എത്ര ഘോരഭാവിയാണെങ്കിലും അവനോട് ക്ഷമിപ്പാൻ തക്കവണ്ണം കർത്താവിന് കഴിയും. അതുകൊണ്ട് കർത്താവുമായിട്ടൊരു നിരന്തര ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരു അല്ലെങ്കിൽ ദൈവകൃപയിൽ നിരന്തരമായി നിലനിൽക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നു എന്ന് 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പം നമ്മൾ മനസ്സിലാവുന്നു. അതിനെ റെഫർ ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കൃപ അത്യന്തം വർദ്ധിച്ചു. കാരണം ഇനി പാപത്തിന് ഇന്റർവീൻ ചെയ്യാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിലവാരം അവന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇടപെടാൻ കഴിയാതെ വണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിട്ട് ചോദിക്കുക, ഇനി നമുക്ക് ഇങ്ങനെ അന്നേരം നമ്മളിനി കൂടുതൽ പാപം ചെയ്താൽ നമുക്ക് കൃപ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ഒരു ദൈവ പൈതലിന് നടക്കാൻ കഴിയുമോ? ഒരു നാളുമില്ല. ഇത് ഞാൻ അത് കേട്ടിട്ടുള്ളത്, ഗ്രീക്കിൽ അത് വായിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിനയലാണ്. അതിൻ്റെ ആ ഗ്രീക്ക് വേർഡ് ഞാൻ മറന്നുപോയി. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിനയൽ അവിടെ കൊടുത്തേക്കുന്നത്. ഒരു നാളും അരുത്, ബൈ നോ മീൻസ്, ഒരു നിലയിലും അരുത്, അതിനൊരു സാധ്യതയുമില്ല എന്നുള്ളത് വളരെ കാറ്റഗറിക്കലായിട്ട് വളരെ വ്യക്തമായിട്ട് അവിടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിന് ഇനി പാപത്തിൽ തുടരാൻ കഴിയുമോ? കൃപയാൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിന് ഇനി പാപത്തിൽ തുടരാൻ കഴിയുമോ? ഒരു നാളും പറ്റത്തില്ല. അതിനുള്ള യാതൊരു വഴിയുമില്ല, യാതൊരു പ്രൊവിഷനുമില്ല. കാരണം അതുപോലുള്ള ഒരു രക്ഷയിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നത് എന്നുള്ളത് ഞാനും ഒരു സന്തോഷത്തോടെ എനിക്ക് പറയാനായിട്ട് കഴിയും. എൻ്റെ ജീവിതത്തിൽ രക്ഷയിലേക്ക് ആൾക്കാരെ നടത്തിയതുപോലെ തന്നെ ഈ സ്നാനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു അർത്ഥത്തിലേക്കും മീനിങ്ങിലേക്കും ഒത്തിരി പേരെ നടത്താനും പലരും സ്നാനപ്പെടാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം കർത്താവിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. കാരണം ഈ ഏതോ ഒരു മീറ്റിങ്ങിനോ കൺവെൻഷനോ വെച്ച് ഞാനതിനെ കുറച്ച് പറയുകയല്ല ചെയ്യുന്നത്. ഒന്ന് കൈ പൊക്കിയെന്നോ എഴുന്നേറ്റ് നിന്നെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചെന്നോ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തെന്നോ വെച്ച് രക്ഷ മുഴുവൻ കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു ധാരണയിൽ നടക്കാതെ, കർത്താവ് എന്നിൽ ദൈവത്തിൻ്റെ പദ്ധതി തുടങ്ങിയിട്ടേ ഉള്ളൂ, ദൈവത്തിൻ്റെ ഒരു കോഴ്സിലേക്ക് ഞാൻ അതുമൂലം പ്രവേശിച്ചിട്ടേ ഉള്ളൂ, ഇനി പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാനായിട്ട് ദൈവത്തിനുണ്ട്. ക്രിസ്തുവിനോട് നമ്മളെ അനുരൂപരാക്കുക എന്നുള്ള നിലയിലാണ്
അതാണ് വിശുദ്ധീകരണത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് എഫേസ്യർക്ക് എഴുതുന്ന ലേഖനത്തിലും ഇതര ദൈവവചന ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ പാപം ചെയ്തുകൂടി ഒരു നാളും വരുത്? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്! ഒരു ദൈവിക സത്യം അവിടെ വെളിപ്പെടുത്തുക. പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ ഇനിയും ചെയ്യത്തില്ല, ഒരു സ്ട്രോങ് തീരുമാനം അങ്ങ് എടുത്തു. ആ സ്ട്രോങ് തീരുമാനമൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ ഈ അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഉപദേശിക്കുക, പാസ്റ്ററെ എനിക്ക് ഇതുപോലൊരു ബലഹീനതയുണ്ടല്ലോ പാസ്റ്ററെ, എന്തോ ചെയ്യണം? ബ്രദറെ അത് ചെയ്യരുത് ബ്രദറെ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, നമുക്കറിയാമല്ലോ, അങ്ങനെ ഒരു രീതിയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ ആവശ്യമാണ്. അതേസമയം ആ ഡിസിഷൻ എന്തിനു വേണ്ടിയുള്ള ഡിസിഷൻ ആണെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ ചെയ്യരുത്, ചെയ്യത്തില്ല. കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നു, നാം ഈ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരായെങ്കിൽ നാം ഇനി തുടരുത്, പിടിക്കരുത് എന്നുള്ള നിലയിലുള്ള പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? നിങ്ങളത് പലരും വായിച്ചു കാണും. അതൊരു ആഴമേറിയ അർത്ഥമുള്ള ഒരു ദൈവവചന ഭാഗമാണ്. കാരണം ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നത് തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, തൊട്ടുനോക്കരുത് തുടങ്ങിയിട്ടുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. അങ്ങനല്ല അത്. കാരണം അതൊക്കെ അതിന് ഗലാത്യ ലേഖനത്തിലും കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിലും പറഞ്ഞേക്കുന്നത് അക്കോർഡിംഗ് ടു ദ പ്രൈമറി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ്. അതെന്തുകൊണ്ടാണ് ഈ അക്കോർഡിംഗ് ടു ദ പ്രൈമറി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ്? ഒത്തിരി വിശദീകരിക്കാതെ ഞാൻ ആ കാര്യം പറയാം. കാരണം മനുഷ്യന്റെ ഉള്ളിൽ പാപസ്വഭാവം ഉണ്ടെന്നുള്ള ആ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ടാണ് ഈ പല ആൾക്കാരും ഈ കുറച്ച് മോറൽ ടീച്ചിങ്സ് കൊടുക്കുക. അങ്ങനെ ചെയ്യരുത് ബ്രദറെ, ഇങ്ങനെ ചെയ്യരുത് ബ്രദറെ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇത് മോറൽ ടീച്ചിങ്ങിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് വ്യക്തമാക്കി തരികയാണ്, ആ നീതിപ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. കാരണം പാപ സ്വഭാവം നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. കാരണം അവിടെ ചില ആൾക്കാർ, ഈ നോസ്റ്റിക്സ് ആയിട്ടുള്ള ചില ആൾക്കാർ പറയുകയാണ്, സ്പിരിച്വൽ ലൈഫ് ഈസ് ഇമ്പോസിബിൾ വെൻ വി ലീവ് ഇൻ ദിസ് ബോഡി. ഈ ശരീരത്തിൽ വസിക്കുന്ന സമയത്ത് ആത്മീയ ജീവിതം നമുക്ക് സാധ്യമല്ല. മാറ്റർ ഈസ് എസെൻഷ്യലി ഈവിൾ. ഈ മാറ്ററിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കിതൊന്നും പറ്റത്തില്ല എന്ന് മാത്രമല്ല, ശരീരത്തിൽ എന്തെങ്കിലും പാപം ചെയ്തെന്ന് വെച്ച് അത് ആത്മാവിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ലൈസൻഷ്യസ് ആയിട്ടുള്ള ഒരു അസന്മാർഗികമായ ജീവിതം വേണമെങ്കിൽ നയിക്കാം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തികളോടാണ് പറയുന്നത്, നമ്മളെ ഗവേൺ ചെയ്യുന്നത് ഈ പ്രൈമറി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ് അല്ല, ഡൂസ് ആൻഡ് ഡോൺസ് അല്ല. നമ്മളെ ഗവേൺ ചെയ്യുന്നത് കർത്താവിന്റെ സ്നേഹത്താൽ അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന് അവനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഭവത്തിലുള്ള വിശ്വാസത്താലാണ് അവൻ ഒരു ദൈവപൈതൽ, ഒരു ക്രിസ്ത്യാനി സത്യം പറഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അത് ആ ഭാഗം കൊളോസ്യരുടെ ലേഖനം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കുന്നത്. നേരത്തെ ഉദ്ദേശിച്ച ഒരു ഭാഗമല്ല, എന്നാൽ ഇതിനോട് വളരെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം ഞാൻ വായിക്കുകയാണ്. നോക്കിയാട്ടെ, 11-ാം വാക്യം, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിന് 2:20 ഞാൻ നേരത്തെ പറഞ്ഞത്, അതുകൂടെ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങളും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് മാത്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അറിയാം. കാരണം ലീനിയർ ഇക്വേഷൻസും ഉണ്ട്. ഈ പാരാബോള എന്നൊക്കെ പറയുമ്പോൾ 2nd ഡിഗ്രി ഇക്വേഷനാ എന്ന് നമ്മൾ സാധാരണഗതി പഠിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാ ഈ എന്തെങ്കിലും കാണുന്ന പറയാൻ ചെയ്യരുത്, പിടിക്കരുത് എന്നുള്ള നിലയിൽ നേരെ വാ ഉപദേശമല്ല ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നത്. അത് മറിച്ച് നമ്മളോട് പറയുന്നത്, മോനെ
ആ കർത്താവ് കാൽവരിയിൽ മരിക്കുമ്പോൾ അവന്റെ മരണത്തിൽ നീ പങ്കാളിയായി തീർന്നു എന്നുള്ളൊരു സത്യമാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഞാനത് വിശദീകരിച്ചത്. കാൽവരിയിൽ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. നിങ്ങൾക്ക് അറിയാം, 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കുമ്പോൾ അറിയാം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി എന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പാപത്തിന് വേണ്ടി മരിച്ചു എന്നല്ല പറഞ്ഞേക്കുന്നത്. പാപം എന്ന് പറയുന്നത് എന്താണോ, സ്വഭാവത്തിലും അതിന്റെ ചെയ്തിയിലും എന്താണോ, അതേ നിലയിൽ എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ വെച്ച് പാപിയായ എന്നോട് താതാത്മ്യം പ്രാപിച്ചു. എൻ്റെ പാപപ്രവർത്തികൾക്ക് വേണ്ടി മാത്രമല്ല, പാപ സ്വഭാവത്തെയും കൂടെ അവനോട് കൂടെ, അല്ലെങ്കിൽ ആ ക്രൂശിൽ എൻ്റെ പഴയ മനുഷ്യനെയും ചുമന്നുകൊണ്ട്, അല്ലെങ്കിൽ ആദാമ്യമായിട്ടുള്ള ആ മനുഷ്യനെയും ചുമന്നുകൊണ്ട്, എൻ്റെ പാപ സ്വഭാവത്തെയും ചുമന്നുകൊണ്ട് അവൻ കാൽവരിയിൽ എനിക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ പലപ്പോഴും ഇതൊരു സാക്രിമെന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ടുള്ളപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ. കർത്താവ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? കർത്താവ് ഞാൻ മരിച്ചു, എവിടെ മരിച്ചു എന്നാണ് ഈ പറയുന്നത്? 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മരിച്ചു, നമുക്കറിയാം. 3-ാം വാക്യം മത്താനോ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് അറിയുന്നില്ല. നമുക്ക് സാധാരണഗതിയിൽ ലോക്കലായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ലോക്കൽ എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ അത് തരം താഴ്ത്തി പറഞ്ഞതല്ല. കാരണം ഒരിക്കലും ഈ റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് ഇത് വരാതെ പലപ്പോഴും ഇതൊരു കൽപ്പനയാണ് എന്നുള്ള നിലയിൽ ഒരു കൽപ്പനയാക്കി മാത്രം അതിനെ കൊണ്ടുപോവുകയും കൽപ്പന അനുസരിച്ചു എന്ന് വിചാരിക്കുകയും, എന്നാൽ ഇതിന് നമ്മുടെ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലുള്ള ആഴമായ പ്രൊഫൗണ്ടായിട്ടുള്ള അതിൻ്റെ ആ ആപ്ലിക്കേഷൻ പലപ്പോഴും വിസ്മരിച്ച് പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാ പറഞ്ഞേക്കുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ ക്രൂശിക്കപ്പെട്ടത് എവിടെയാ? ചിലർ പറയും, ബ്രദറെ ചത്തു കഴിഞ്ഞാൽ കുഴിച്ചിട്ടുണ്ടേ ബ്രദറെ. അത് ഞാൻ അതിനൊന്നും കളിയാക്കുകയല്ല. ഓരോരുത്തർക്ക് ദൈവം കൊടുത്ത പരിജ്ഞാനവും വെളിപ്പാടും അനുസരിച്ച് പറയുന്നതിനായിട്ട് സ്തോത്രം, അങ്ങനെ സ്ഥാനപ്പെടുന്നതിനായിട്ട് സ്തോത്രം. എന്നാൽ അങ്ങനെ പെട്ടവരും ഇതിൻ്റെ ആ ഒരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ആസ് ഫാർ ആസ് അവർ സാങ്ക്ടിഫിക്കേഷൻ ഈസ് കൺസേൺഡ്, അത് മനസ്സിലാക്കേണ്ട വലിയൊരു ആഴമേറിയ ഒരു കാര്യം. അതുപോലെ മറ്റു പലരും പല നിലകളിൽ അത് പറയാറുണ്ട്. എന്നാൽ ഈ മരിച്ചത് എപ്പോഴാ, കുഴിച്ചിടപ്പെട്ടത് എപ്പോഴാ? ഇവിടെ പറയുന്ന അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അത് ഞാൻ ഈ സ്നാനപ്പെട്ടപ്പോഴോ ഞാൻ ഇത് ചെയ്തപ്പോഴോ അല്ല അത് സംഭവിച്ചത്. പാപിയായ എനിക്ക് വേണ്ടി, പാപത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി അവൻ മരിച്ചതുപോലെ തന്നെ എന്നെ വിശുദ്ധിയിലേക്കും കൃപയിലേക്കും നടത്താൻ വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ എന്നെയും ചുമന്നുകൊണ്ട് മരിച്ചു. ഹി ഹാസ് ബോൺ മീ ഓൺ ദ ക്രോസ്. കാരണം അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് പൂർണ്ണമായി ഒരു പാപിയുടെ അവസ്ഥയിലേക്ക് ക്രൂശിൽ വെച്ച് ആയിത്തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, ഈ വിശുദ്ധീകരണത്തോടുള്ള ഞാനൊരിക്കൽ വളരെ വിഷമിച്ച്, ഞാൻ ഈ 1983 തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, വളരെ പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരു ദിവസം ഒരു ദേവദാസന്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, കർത്താവ്, ദേവദാസ, എനിക്ക് ഇതുപോലത്തെ ചില പ്രശ്നങ്ങളുണ്ട്, എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതുപോലെ ചില കാര്യങ്ങൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പാസ്റ്റർ, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, എടാ മോനെ, എനിക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ചുരുളുകൾ അഴിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ വിഷയത്തിൽ ഒരു വിജയം നേടണമെന്ന് വെച്ച് സഹോദര, ഞാനൊരു 3 ദിവസം ഉപവസിച്ചു. അങ്ങനെ ഉപവാസം തീരാറാകുമ്പോൾ ഞാനൊരു നിർജ്ജനമായ ഒരു സ്ഥലത്ത് ഒരു പാറയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പൊ പെട്ടെന്ന് കർത്താവിന്റെ ക്രൂശിത രൂപമായി എൻ്റെ മുന്നിൽ ദൈവം ഒരു ദർശനമായിട്ട് എന്നെ കാണിക്കുകയും, എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ ആ കണ്ണുകളിലേക്ക് നോക്കെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നോക്കുമ്പം കണ്ണുകൾ ഇങ്ങനെ സജീവമായിട്ടിരിക്കുന്നത് കണ്ടു. എന്നാൽ ആ രക്തം വാർന്നൊഴുകി പോകും തോറും കണ്ണുകൾ ഇങ്ങനെ നിർജീവമായി അവസാനം അതിൻ്റെ ചലനം അറ്റുപോകുന്ന ഒരനുഭവം അദ്ദേഹത്തെ കാണിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞു, ഇത് നിന്റെ കണ്ണുകളായി ഈ മരിച്ചത്, നീ കാണ് എന്ന. ഇതെൻ്റെ ഹൃദയത്തെ ആഴമായിട്ട് ആ സമയങ്ങളിൽ സ്പർശിച്ചു. കാരണം കർത്താവെ, ഇനി എൻ്റെ കണ്ണുകൾക്ക്, കർത്താവെ, ഒരു കന്യക മുന്നിൽ ഇരിക്കുമ്പോൾ അവളെ നോക്കേണ്ടതിന് എൻ്റെ കണ്ണുകളോടൊരു നിയമം ചെയ്തു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ ആ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്,
അല്ല അല്ല ദൈവത്തിന്റെ ദാസനോട് ദൈവം അരുളി ചെയ്തിരിക്കുക, മോനെ ഈ ഈ ചലനമറ്റ കണ്ണുകൾ നീ കണ്ടോ, ഈ കണ്ണ് നിന്റെ കണ്ണാണ് എന്ന് പറയുകയും അങ്ങനെ ഒരു ആഴമായ വെളിപ്പാടിൽ തുടർന്ന് ജീവിക്കാനായിട്ട് ദൈവം ആ ഭക്തനെ ബലപ്പെടുത്തി എന്ന് പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവയവങ്ങൾ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറയുക, ഞാനിപ്പം നിങ്ങൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ മരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നതിനെ ഞാനൊന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറച്ച് മാറ്റി പറയുക എന്ന് വെച്ചാൽ അർത്ഥം മാറ്റുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ അതിനെ ഞാനൊന്ന് മാറ്റി പറയാം. ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്ന് ഞാൻ പറയും. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു, അതിനുള്ള അവകാശം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ചില ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോയി, സാറേ എൻ്റെ വീട് താഴെ വീണു, എന്തെങ്കിലും തരണമേന്ന് ചോദിച്ചാൽ അവർ ഉടനെ പറയും, അതിന് പ്രൊവിഷൻ ഇല്ലല്ലോ മിസ്റ്റർ എന്ന് പറയും. പ്രൊവിഷൻ, കാരണം പ്രൊവിഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇങ്ങനെ കൊടുക്കാനായിട്ട് ഗവൺമെന്റിന് ഒരു പദ്ധതിയോ പ്ലാനോ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തി തരാം, ഇല്ലെങ്കിൽ തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ഡിവൈൻ പ്രൊവിഷൻ, നമ്മളെ കീഴടക്കിയിരിക്കുന്ന ഈ പാപ സ്വഭാവത്തെ ജയിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഡിവൈൻ പ്രൊവിഷൻ കർത്താവിന് നൽകി തൻ്റെ മരണത്തിലൂടെ നമുക്ക് തുറന്നു നൽകിയിരിക്കുകയാണ്. നമ്മൾ മരിച്ചവരായിട്ട് വിശ്വസിക്കാനും മരിച്ചവരായിട്ട് എണ്ണാനും ആ നിലയിൽ മുന്നോട്ട് ജീവിക്കാനും തക്കവണ്ണം ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്കൊരു പുതുവഴി നമുക്ക് തുറന്നു നിൽക്കാം. ഇത് വചനത്തെ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ എബ്രായ ലേഖനം 10-ാം അധ്യായം ശ്രദ്ധിച്ച് വായിക്കണം. വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം അവിടെ മനസ്സിലാകും. ഞാനത് ഹിന്റ് മാത്രമേ തരുന്നുള്ളൂ. അവന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ പ്രതിഷ്ഠിക്കപ്പെട്ട ജീവനുള്ള പുതുവഴി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പം അത് കേവല രക്ഷയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. അത് നമ്മൾ വിശ്വസിച്ചു ആത്മരക്ഷ പ്രാപിച്ചു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല പറയുന്നത്. ആ ദേഹം എന്ന തിരശ്ശീലയിലൂടെ എന്ന് പറയുമ്പോൾ ഈ ദേഹം എന്ന തിരശ്ശീലയില് അതിനോട് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യം കൂടെ അവിടെ പറയുന്നു. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു എന്നുള്ള സത്യമായി ഈ ഒരു ദൈവവചന ഭാഗത്തിലെ പുതിയ നിയമത്തിൽ വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് കേവലം ഡൂസ് ആൻഡ് ഡോൺസ് ഫോളോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല. അവന്റെ മരണം എൻ്റെ മരണം, അവന്റെ അടക്കം എൻ്റെ അടക്കം, അവന്റെ പുനരുത്ഥാനം എൻ്റെ പുനരുത്ഥാനം എന്ന് വിശ്വസിച്ച് പാപസംബന്ധമായി മരിച്ചവനായ എനിക്ക് ഇനി ഈ പാപത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു ഡീപ്പ് റിയലൈസേഷൻ ആണ് നമ്മളോട് ദൈവത്തിന്റെ വചനം നമുക്കുണ്ടാകാനായിട്ട് ആവശ്യപ്പെടുന്നത്. കാരണം അതിനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള ഡിവൈൻ പ്രൊവിഷൻ, അതിനുള്ള വകുപ്പ് ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. തന്റെ കാൽവരി മരണത്തിലൂടെ നമുക്കെങ്ങനെ വിശ്വസിക്കാനും പാപത്തെ ജയിക്കാനുമുള്ള ആ ഒരു അവകാശം ദൈവം നേടിത്തന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ് 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 6-ാം വാക്യം, 9-ാം വാക്യം. ഈ വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പം 3 നിലയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ലയോ എന്ന് ചോദിക്കാവുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. സമയം ഇന്ന് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഇത് പറയുന്നില്ല. അതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നാളെ പറയാം. ഇനി ഇതിൽ നിന്ന് ന്യായമായ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും എൻ്റെ ബാക്ക് ചാനലിൽ സംശയങ്ങൾ ഇടുകയാണെങ്കിൽ, വാക്ക് തർക്കത്തിനൊന്നും ഞാനില്ല. ന്യായമായ ചോദ്യങ്ങൾക്ക് അറിയാവുന്നതിന് ഞാൻ ഉത്തരം പറയാനായിട്ട് നാളെ ശ്രമിക്കാം. ഈ ഒരു ഭാഗം പഠിക്കുന്നത് കൊണ്ട് ഞാൻ പറയുക. കാരണം എന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ വിഷയങ്ങളൊന്നും എനിക്ക് എഴുതണ്ട. എന്നാൽ ഈ വചനഭാഗത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിച്ചാൽ ആത്മാർത്ഥമായിട്ട് അത് പ്രാർത്ഥനയോടെ അതിന് ഉത്തരം പറയും എന്ന് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് അവനോടുകൂടെ മരിച്ചു. ആ മരണം ഇന്നോ ഇന്നലെയോ നടന്ന കാര്യമല്ല. കാൽവരി ക്രൂശിൽ അവൻ മരിക്കുമ്പോൾ അവനോട് കൂടെ മരിച്ചു. എന്നിട്ട് പറയുക, അവൻ മരിച്ച് ജീവിച്ചിരിക്കാൻ ഇനി മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വമില്ല. 9-ാം വാക്യം. അവൻ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി അവൻ മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, ജീവിക്കുന്നതോ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അവിടെ ഒരു ഇൻഫറൻസ് ഞാനങ്ങ് എടുക്കുക, അവിടെ എഴുതിയിട്ടില്ല. അവനിനി മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഇനി അവന് മരിക്കാൻ കഴിയാത്തതുപോലെ പാപസംബന്ധമായി മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച ഒരു വ്യക്തിക്ക് ഇനി പാപത്തിന് കീഴ്പ്പെടാനും കഴിയത്തില്ല എന്നൊരു ഇൻഫറൻസാണ് ഞാൻ അവിടുന്ന് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നോക്കിയാട്ടെ, എന്നിട്ടാ പറയുന്നത്, അവണ്ണം പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീ. ഒത്തിരി പേര് എണ്ണുന്നുണ്ട്.
ഏത് സമയത്താണ്? സ്നാനപ്പെടുന്ന സമയത്തും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കുറിച്ചൊക്കെ ഏതാ വല്ലപ്പോഴും ഒക്കെ. എണ്ണേണ്ടത് എപ്പോഴാ പ്രിയപ്പെട്ടവര്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒരു ദിവസം പല പ്രാവശ്യം ഞാൻ ഈ വാക്യം ഓർക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ. കാരണം ഓരോ നിലയിലുള്ള ഈ 40 വർഷം ക്രിസ്തീയ ജീവിതം ചെയ്ത എൻ്റെ ജീവിതത്തിൽ പല നിലയിലുള്ള പാപം എൻ്റെ ജീവിതത്തിലേക്ക് അരിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ, ചിന്തയിലൂടെ, നോട്ടത്തിലൂടെ, കേൾവിയിലൂടെ അരിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ, ആ സമയത്താണ് ഞാൻ എണ്ണേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം കൂടുതൽ ഓർക്കുന്നു എന്ന് പറയാൻ കാര്യം. കാരണം അങ്ങനെ പാപത്തിന് ഇനി പാപം ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്കൊന്നും എന്നെ ദൈവം കൊണ്ടുവന്നിട്ടുമില്ല, വചനം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. അവസാനം വരെ ഒരു ദൈവഭക്തന് പാപത്തോടുള്ള പോരാട്ടമുണ്ട്. പ്രാണത്യാഗത്തോളം അതിനോട് എതിർത്ത് നിൽക്കേണ്ടി വരും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എപ്പോഴാണ് എണ്ണേണ്ടത്? നമ്മുടെ കണ്ണുകൾ നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും നിലയിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ അടുത്തുള്ള ചില വ്യക്തികളിലൂടെ, ആത്മീയരിലൂടെ തന്നെ ഇങ്ങനെയുള്ള കോംപ്രമൈസിങ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരുന്ന സമയത്താണ് നമ്മൾ എണ്ണേണ്ടത്, കർത്താവേ ഞാൻ അത് പാപസംബന്ധമായി അവനോടുകൂടെ മരിച്ചവന്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് എന്ന് ഞാൻ എന്നെ തന്നെ എണ്ണേണ്ടത്. എത്ര കൃത്യമായിട്ടാണ് പൗലോസ് അവിടെ പറഞ്ഞേക്കുന്നത്. പാപസംബന്ധമായി മരിച്ചവർ എന്നും, അങ്ങനെ ഞാൻ പാപസംബന്ധമായി മരിച്ചവനെന്നും, ക്രിസ്തുയേശുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനെന്നും എന്നെ തന്നെ എണ്ണണം. അങ്ങനെ എണ്ണുന്ന ഒരു വ്യക്തി അടുത്ത ചെയ്യേണ്ട കാര്യം അവിടെ പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ ഓരോ നിമിഷവും കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. കർത്താവ്, എൻ്റെ കണ്ണത് കാണാനുള്ളതല്ല, എൻ്റെ ചെവി ഇത് കേൾക്കാനുള്ളതല്ല, എൻ്റെ ശരീരം കർത്താവ് ഒരു തെറ്റായ നിലയിലേക്ക് പോകേണ്ടതല്ല, കർത്താവ് അതിനു വേണ്ടിയുള്ളതല്ല. കാരണം ഇത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. അത് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ശരീരം ദൈവത്തിന്റെ ആലയമായിട്ട് തീർന്നു, എൻ്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമായിട്ട് തീർന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് കർത്താവ് എൻ്റെ ദേഹിദേഹങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ഇതെപ്പോഴാണ് സമർപ്പിക്കേണ്ടത്? ജീവിതത്തിൽ ഒരിക്കൽ സമർപ്പിച്ചിട്ട് പിന്നെ എന്നേക്കും മറന്നങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. ജീവിതത്തിൽ ഓരോ നിലയിലും, ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലോ നമ്മൾ ഇടപെടുന്ന ആത്മീയ മേഖലകളിൽ പോലും അതിനുള്ള ഉദാഹരണമോ അല്ലെങ്കിൽ അതിനുള്ള മോട്ടിവേഷനോ ഉണ്ടായി എന്ന് കാണത്തില്ല. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇന്ന നമ്മുടെ സഭയിലെ മൂപ്പനും അത് ചെയ്യുന്നു, ഉപദേശിയും അത് ചെയ്യുന്നു, ഇന്നവരും അത്, പിന്നെന്താ എനിക്ക് ചെയ്താൽ എന്തുവാ? ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോവുക പലപ്പോഴും. എന്നാൽ നമ്മൾ സാധാരണ ഇന്നത്തെ കാലത്ത്, ഞാൻ ഇത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോ അറിയില്ല, കുമാരനാശാൻ പറഞ്ഞ പോലെ കണ്ണേ മടങ്ങുക എന്ന് പറഞ്ഞതുപോലെ പല സ്ഥലത്തും നമ്മൾ കണ്ണേ മടങ്ങുക എന്ന് പറയേണ്ട അനുഭവങ്ങളുണ്ട്. നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും അല്ല, കണ്ണേ മടങ്ങുക. അദ്ദേഹം വേറൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാലും പലപ്പോഴും ഞാനിരുന്ന് ആലോചിക്കാറുണ്ട്, ഏതാ കണ്ണേ മടങ്ങുക എന്നൊരു ഭക്തൻ എത്ര വട്ടം അവന്റെ ജീവിതത്തിൽ പറയേണ്ട ഒരു വിഷയമാണ്. എന്നിട്ട് ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവം നമുക്കൊരു അധികാരം തന്നു എന്ന് പറഞ്ഞു. അത് ഇവിടെ പറയുന്നത് ഈ മാസ്റ്റർഷിപ്പിനെ കുറിച്ചാണ്, യജമാനത്വത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്തിൻ്റെ യജമാനത്വമാണ്? കാരണം നേരത്തെ ന്യായപ്രമാണം എൻ്റെ യജമാനനായിരുന്നപ്പോൾ ഓരോ സമയത്തും ദൈവത്തോട് അടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഓരോരോ കുറവുകൾ പുറത്തോട്ട് വരികയും ഈ കുറവുകളെ മുൻനിർത്തി ദൈവത്തോട് എനിക്ക് അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ കൃപ എനിക്ക് എൻ്റെ മാസ്റ്റർ ആയതുകൊണ്ട്, യേശുവിൻ കർത്താവ് എൻ്റെ മാസ്റ്റർ ആയതുകൊണ്ട് എന്ന് ഞാൻ വേറൊരു അർത്ഥത്തിൽ പറയാം. കൃപ, ദൈവത്തിന്റെ കൃപ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്നെ നീതീകരിച്ച ഈ കൃപയാണ് എൻ്റെ യജമാനൻ. നമുക്കറിയാമല്ലോ, ഈ സർക്കസിലൊക്കെ ഈ ട്രപ്പീസ് കളിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാനത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഞാൻ അന്താളിച്ചു പോയി. എൻ്റെ ദൈവമേ, ഈ കൈവിട്ട് ആടുന്ന ആട്ടം കണ്ടില്ല, എങ്ങാനും താഴെ വീണാൽ എല്ല് പൊടിഞ്ഞു പോകുമല്ലോ കർത്താവേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ 1-2 പേര് താഴെ വീഴുന്നതാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും പറ്റിയില്ല. താഴെ വലിയൊരു വല വിരിച്ചിട്ടുണ്ടായിരുന്നു, ആ വലയിലേക്കാണ് വന്ന് വീണത്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം, വീഴ്ച തന്നെയാണ്, കുറവ് തന്നെയാണ്. എന്നാലും ഓരോ വീഴ്ചയോടുള്ള ബന്ധത്തിലും കർത്താവെ, ഞാൻ തകർന്നു പോയി, എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി, ഇനി ദൈവവേദനയോടെ തുടരാൻ എനിക്ക് കഴിയുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ കൃപ എന്നോട് പറയാം, മോനെ, വീഴ്ച തന്നെയാ, കുറവ് തന്നെയാ എന്ന് മാത്രമല്ല, മത്താനോ പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മളിനിയും കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് പ്രവേശിച്ചു, ഇനിയും നമ്മുടെ പാപങ്ങളെ ഒന്നും ഏറ്റുപറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു പഠിപ്പിക്കലും കൂടെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അതിനോടൊന്നും ഞാൻ യോജിക്കുകയല്ല ചെയ്യുന്നത്. അതേസമയം
നമ്മുടെ വചനത്തിൽ യോഹന്നാൻ 1:9 നമ്മൾ വായിക്കുന്നു, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം, നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ തക്കവണ്ണം അവൻ നീതിമാനും വിശ്വസ്തനുമാകുന്നു എന്ന് പറഞ്ഞു. ഈ ഏറ്റുപറച്ചിലിന് അതിൻ്റെതായ അർത്ഥമുണ്ട്, ഏറ്റുപറച്ചിലിന് അതിൻ്റെതായ ഒരു ഡയമെൻഷൻ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു ദൈവത്തിന്റെ പേരിൽ ടേക്കൺ തിങ്സ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള നിലയ്ക്ക് പോകാനായിട്ട് ഒരിക്കലും പാടില്ല. അവന്റെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാകുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു നിലവാരത്തിലാണ് കർത്താവ് നമ്മളെ വെച്ചേക്കുന്നത്. ഏറ്റുപറയേണ്ട എന്നുള്ള ഒരു ഉപദേശം ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. ദൈവവചനപ്രകാരം അത് ശരിയുമല്ല. എന്നാൽ ഒത്തിരി ചെറുപ്പക്കാർ ആ നിലയിൽ ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ ഞാൻ കാണാനും അവരോട് സംസാരിക്കാനും എനിക്കിടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, നമ്മളെ പിന്നെയും വന്ന് പിടിച്ചടക്കി അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ന്യായപ്രമാണമല്ല, ഒരു വീഴ്ചയോടുകൂടെ എല്ലാ കാര്യവും തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരു നിലവാരത്തിലല്ല. പിന്നെയും വന്ന് ആ കൃപയുടെ വലയിൽ എന്നെ താങ്ങി പിന്നെയും എന്നെ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് എന്നെ സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മാസ്റ്റർ. അപ്പം ഈ മാസ്റ്റർഷിപ്പ് മാറി. നമ്മൾ ചിലപ്പം ചില ആൾക്കാർ പറയുന്ന പോലെ, ഉദാഹരണം പറയുന്നില്ല, പോട്ടെ, നാളെ പറയാം. കാരണം എൻ്റെ യജമാനൻ ഇന്ന് മാറി. ഞാൻ വീണാലും എന്നെ കരങ്ങളിൽ താങ്ങി എന്നെ എഴുന്നേൽപ്പിച്ച് പിന്നെയും എന്നെ ജയാളിയായി തീരാനായിട്ട് എന്നെ സഹായിക്കുന്ന ഒരു യജമാനനാണ് ഉള്ളത്. അല്ലാതെ കണ്ണിച്ചോരയില്ലാത്ത ന്യായപ്രമാണം എന്നുള്ള ഒരു യജമാനെ, കണ്ണിച്ചോരയില്ലാത്ത എന്ന് പറയുമ്പോൾ ഈ ചില ഗ്രൂപ്പുകളിൽ ഇരുന്ന് പറയുന്ന കണ്ണിച്ചോരയില്ലാത്തതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ എന്നെ പാപിയെന്ന് വിധിക്കുന്ന ഒരു ന്യായപ്രമാണത്തിനല്ല. നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞ് അമ്മയുടെ മാറിലിരുന്ന് പാല് കുടിച്ചോണ്ടിരിക്കുന്നത് കുഞ്ഞിനെ പറിച്ചുകൊണ്ട് പോകുന്ന പോലെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ തന്നെ ഈ കുറ്റബോധം നിമിത്തം അകന്നു പോകുന്ന ഒരു അനുഭവത്തിലല്ല. മോനെ, നീ എത്ര വീഴ്ചകൾ നിന്റെ ജീവിതത്തിൽ വന്നാലും നീ അത് ഏറ്റുപറയുകയും നീ അത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ നിന്നെ മാറോട് ചേർക്കാൻ എനിക്ക് കഴിയും എന്ന് മാത്രമല്ല, അത് ദാവീദ് പറയുന്ന പോലെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പറയുമ്പം അതുപോലെ ആ രക്ഷയുടെ സന്തോഷത്തിൽ തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ നമ്മുടെ ബലഹീനരാണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ച സ്നേഹം, ആ സ്നേഹമാണ് നമ്മളോട് പറയുന്നത്. ചില ആൾക്കാർ പറയാറുണ്ട്, കാരണം ഞാനും എൻ്റെ എക്സാമൊക്കെ പലപ്പോഴും ജീവിതത്തിൽ സ്കൂട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതത്തില്ല. എന്താണ് നീ ഇന്ന് എഴുതാത്തെ? ഞാനത് പഠിച്ചില്ല. ഞാൻ ചില സഹോദരങ്ങളോട് ക്രിസ്തീയ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഒരു തീരുമാനം എടുക്കും ബ്രദറെ. അല്ല ബ്രദറെ, ശരിയാ, ബ്രദർ പറയുന്ന 100% ശരിയാ. എന്നാ തീരുമാനം എടുത്തിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ബ്രദറെ, അപ്പം ഞാൻ എന്ത് ചെയ്യും? ബ്രദറെ, അങ്ങനെ ഭാരപ്പെടേണ്ട എൻ്റെ ബ്രദറെ. കാരണം തീരുമാനിച്ച് മുന്നോട്ട് ഓടുക എന്നുള്ളതാ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കരങ്ങളിൽ താങ്ങിക്കൊള്ളാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എവിടെങ്കിലും എന്തെങ്കിലും ചില ബലഹീനതകളോ വീഴ്ചകളോ വന്നാൽ നിന്നെ കുറ്റപ്പെടുത്തി തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല നിന്റെ യജമാനൻ. അല്ല, അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ല നിന്റെ യജമാനൻ. മറിച്ച് നിന്നെ കരുണയോടെ കാണുകയും നിന്റെ ജീവിതത്തിലെ നിന്നെ കരങ്ങളിൽ വഹിക്കുകയും നിന്നെ മുന്നോട്ട് ഓടാൻ തക്കവണ്ണം പിന്നെയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിന്റെ യജമാനൻ. ന്യായപ്രമാണമല്ല, കൃപയ്ക്കത്രേ അധീനരാകിയ. നമ്മുടെ യജമാനത്വം മാറി. ഒരു പറയുന്ന പോലെ സാത്താനെ തള്ളി മശിഹായെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കൃപയാൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ മേലുള്ള യജമാനത്വം മാറി. അതാ തുടർന്നുള്ള ഭാഗങ്ങളിൽ 23-ാം വാക്യം വരെ പറയുന്ന സംഗതിയുടെ ഒരു രഹസ്യം. അത് നമുക്ക് നാളെ വിശദമായിട്ട് പറയാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.